പ്രിയപ്പെട്ട KSRTCയിലെ പുതിയ ബാച്ചിലുള്ള ജീവനക്കാരെ, ഇന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനിരിക്കുന്നു. ഒപ്പം അധികാരികളോടും അധികാരി വർഗങ്ങളോടും ആണ് പറയാനുള്ളത്. 15ാം നിയമസഭയിലെ 13ാം സമ്മേളനത്തിൽ നടന്ന ഒരു നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ഒരു ചോദ്യത്തെക്കുറിച്ച് ഞാനൊന്ന് വായിക്കാം. ചോദ്യം നമ്പർ 3664. ചോദിച്ചയാള് ശ്രീ M. വിൻസെന്റ്. KSRTCയിൽ 2016 മെയ് മുതൽ 2024 ഡിസംബർ വരെ NBS ഇനത്തിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം എത്ര രൂപ പിടിച്ചിട്ടുണ്ട്? പ്രസ്തുത കാലയളവിൽ പ്രതിമാസം NBS ഫണ്ടിലേക്ക് KSRTC എത്ര രൂപ ഒടുക്കിയിട്ടുണ്ട്? ഇതാണ് ചോദ്യം. അതിന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ ഉത്തരം ആണ് ഇനി നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കുന്നത്. KSRTCയിൽ 2016 മുതൽ 2024 ഡിസംബർ വരെ NBS ഇനത്തിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം പിടിച്ച തുകയും പ്രസ്തുത കാലയളവിൽ പ്രതിമാസം NBS ഫണ്ടിലേക്ക് KSRTC ഒടുക്കിയ തുകയുടെ വിവരവും അനുബന്ധമായി ചേർക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ലഭ്യമായ കണക്കുകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. കാര്യം പല മാസങ്ങളിലും 1 രൂപ പോലും അടച്ചിട്ടില്ല. അടച്ച മാസങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, നിങ്ങൾ ഈ മരിച്ചു കിടന്ന് ഇവിടെ ഓരോരുത്തർ ഓർഡർ ഇടുന്നു, വാഹനം അപകടം കുറയ്ക്കണം, കളക്ഷൻ കൂട്ടണം, കളക്ഷൻ ഇല്ലാത്തവരെ പിന്നെ ട്രെയിനിങ്ങിന് അയക്കും, അല്ലെങ്കിൽ മറ്റത് ചെയ്യും, മറിച്ചത് ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മരിച്ചു കിടന്ന് ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ? ഈ കുടുംബത്തിന് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ KSRTC നിങ്ങളുടെ കൂടെ നിൽക്കുമോ? നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിൽക്കുമോ? എത്രയോ ജീവനക്കാർ മരണപ്പെട്ടു. ഈ NBS ഉള്ള ആളുകൾ 1 രൂപയെങ്കിലും കോർപ്പറേഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു പോയില്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങ് എങ്കിലും മുൻകൈയെടുത്ത് ഈ തുക കൃത്യമായും ഇതിൻ്റെ ഫണ്ടിൽ എത്തിക്കേണ്ടത് താങ്കൾ ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ താങ്കളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ മരിച്ചു വീഴുന്ന ഈ ജീവിതങ്ങൾക്ക് ആരോരുമില്ലാതായിപ്പോകും. ഇവിടെ KSRTCക്ക് വേണ്ടി മന്ത്രിസഭ ധനകാര്യ വകുപ്പ് 100 കോടി അനുവദിക്കുന്നു, 200 കോടി അനുവദിക്കുന്നു, 30 കോടി അനുവദിക്കുന്നു, 60 കോടി അനുവദിക്കുന്നു. യഥാർത്ഥത്തിൽ KSRTCക്ക് വേണ്ടി നിങ്ങൾ 1 കോടി അനുവദിക്കുന്നില്ല സാർ. NBS ഉള്ള തുക, അടയ്ക്കേണ്ട തുക എങ്ങോട്ട് പോകുന്നു? ജീവനക്കാരനാണ് KSRTC ശമ്പളം കൊടുക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമല്ലേ നിങ്ങൾ എത്ര നീചമായ പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്? KSRTCയിലെ മാനേജ്മെൻറ്റ് ഈ ജീവനക്കാരിൽ നിന്ന് പിടിച്ച തുക എന്തുകൊണ്ട് അടയ്ക്കുന്നില്ല? നിങ്ങളെ ഫണ്ടില്ലേ? നിങ്ങളുടെ ഫണ്ടിൽ നിന്നല്ലല്ലോ എടുത്ത് അടയ്ക്കേണ്ടത്. അവൻ്റെ പ്രതിമാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചയക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? എന്തുകൊണ്ട് നിങ്ങൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഈ നിരുത്തരവാദപരമായ പ്രവർത്തികൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു? നിങ്ങൾക്കതാണ് സംഭവിക്കുന്നെങ്കിലോ, നിങ്ങളുടെ കുടുംബം സംഭവിക്കുന്നെങ്കിലോ? അപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും സംഭവിക്കില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശമ്പളമേ വിഷയമല്ല, ഈ NBSും വിഷയമല്ല. കാര്യം നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്നു. ഇവിടുത്തെ ജീവനക്കാരൻ പട്ടിണി കിടന്ന് മരിച്ചു പോയാൽ, NBSകാരൻ മരിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒന്നോർക്കുക, നന്മ മാത്രം നിങ്ങളോടൊപ്പം വരും, തിന്മ അതിൻ്റെ ഫലം അനുഭവിച്ച് തന്നെ തീരണം. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ ജീവനക്കാരിൽ നിന്ന് പിടിച്ച പൈസ തിരിച്ചടയ്ക്കുക. കൂടാതെ അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുക. പിന്നെ കൂടാതെ ഈ തള്ളുണ്ടല്ലോ, മാസാമാസം ഇത്ര കോടി രൂപ KSRTCക്ക് വേണ്ടി അനുവദിച്ചു, അങ്ങനെ അനുവദിക്കുന്ന തുക, അങ്ങനെയാണെങ്കിൽ ഈ പൈസ ആരെ കൊണ്ടുപോയെന്ന് കൂടി വ്യക്തമാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ധനകാര്യ വകുപ്പാണെങ്കിലും KSRTC ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ഈ ജീവനക്കാരിൽ നിന്ന് പിടിച്ച തുക എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ കിട്ടുന്ന തുക, ഈ ശമ്പളം, ഈ പൈസ KSRTC ധനകാര്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന തുകയല്ല ശമ്പളം തരാൻ ഉപയോഗിക്കുന്നത്. ജീവനക്കാരൻ്റെ രക്തത്തിൽ നിന്ന് ഊറ്റിയെടുത്ത ചെലവും അഴുക്കും ചെളിയും മാത്രമാണ് ഈ ജീവനക്കാർക്ക് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തുമാത്രം നീചപ്രവർത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ദയവായി ഇവരുടെ ഈ പൈസ, NBSൻ്റെ പൈസ അടച്ച് അവർക്ക് അവരുടെ പാസ്ബുക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുക. എത്ര രൂപയാണോ നിങ്ങൾ അടയ്ക്കേണ്ടത്
അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ മാറ്റിമറിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരുടെയും വീട്ടിൽ നിന്ന് തേങ്ങ വെട്ടിക്കൊണ്ടുവരുന്ന പൈസ കൊടുത്ത് ജീവനക്കാരൻ്റെ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന തുകയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അത് അടയ്ക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ പെൻഷൻ ഫണ്ട് കൊണ്ടുവന്നപ്പോൾ എതിർത്ത ഒരു സംഘടനയാണ്, ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇന്നും ആ രീതിയിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇവിടെ ആര് മരിച്ചാലും നമ്മൾക്ക് ഭരിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നത് കൊണ്ട് ജീവനക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരെല്ലാം പ്രശ്നമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുമിച്ച് സമരം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിശ്ചലമാവും. കാരണം കെ എസ് ആർ ടി സിയിൽ സമരം നടത്താൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞേക്കുന്നതുകൊണ്ട് സമരം നടത്തിക്കൂടാ. കാര്യം ജീവിക്കാൻ അവന് അവകാശമില്ല. കാര്യം ഈ നക്കാപ്പിച്ച ശമ്പളം 10,000-30,000 രൂപ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ഈ ശമ്പളത്തിൽ നിന്ന് വേണം, ഗഡുക്കളായി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വേണം. കാര്യം അതാണ് പറയേണ്ടത്. കാര്യം ഇതുവരേക്കും അവരുടെ ശമ്പളം റെഗുലർ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഗഡുക്കളായിട്ട് നിൽക്കുന്ന ഈ നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ ഉച്ഛിഷ്ടത്തിൽ നിന്ന് വേണമല്ലോ സാർ നിങ്ങൾക്ക് കൊട്ടാരം പണിയാൻ. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ. Thank you.